ആഗോള ശക്തികൾ തങ്ങളുടെ സാമ്പത്തിക തന്ത്രങ്ങൾ തന്നിഷ്ടത്തിന് മാറ്റി എഴുതുന്ന ഈ കാലത്ത് ഇന്ത്യ ഇനി വ്യാപാര ചർച്ചകൾക്ക് ഒരു ജൂനിയർ പങ്കാളിയാകാൻ പോകുന്നില്ല. തികഞ്ഞ ആത്മവിശ്വാസവും സുവ്യക്തമായ ഒരു നിലപാടും വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയുടെ പക്വതയുമായിട്ടാണ് രാജ്യം ചർച്ചാ മുറിയിലേക്ക് പ്രവേശിക്കുന്നത്. ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യ ആ സന്ദേശം അമേരിക്കയ്ക്ക് നേരിട്ട് തന്നെ കൈമാറിയിരിക്കുകയാണ്. ദൃഢമായി എന്നാൽ സൗമ്യമായി, ഇന്ത്യൻ ശൈലിയിൽ, സംശയങ്ങൾ ബാക്കി വയ്ക്കാത്ത വിധം. 2 ദിവസത്തെ തീവ്രമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US പ്രതിനിധി സംഘത്തോട് നിങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ നമുക്ക് ഒപ്പിടാം എന്നാണ് പറഞ്ഞത്. US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറിന്റെ പരാമർശത്തിന് ആത്മവിശ്വാസത്തോടെയുള്ള മറുപടിയായിരുന്നു ഇത്. ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ലഭിച്ചതിൽ ഏറ്റവും മികച്ചതാണ് എന്നായിരുന്നു ഗ്രീറിന്റെ പ്രശംസ. US ഡെപ്യൂട്ടി ട്രേഡ് പ്രതിനിധി റിക് സ്വീറ്റ്സർ നയിച്ച ഈ ചർച്ചകളിൽ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ പുരോഗതി വിലയിരുത്തി. ഇത് 5ാം ഘട്ട ചർച്ചയായിരുന്നു. ഇരുപക്ഷവും ചർച്ചകളെ പോസിറ്റീവ് ലക്ഷ്യബോധത്തോടെയുള്ള ഒരു ചർച്ച എന്ന് വിശേഷിപ്പിച്ചു. ഇത് കാര്യമായ മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഗോയലിനൊപ്പം വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കേവലം താരിഫുകളെ കുറിച്ചുള്ളതല്ല. ശക്തമായ ഇൻഡോ പസഫിക് സഹകരണം, നിക്ഷേപം, വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷി എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷകളാണ്. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഇന്ത്യ നൽകുന്ന സന്ദേശം ഒരു ആത്മവിശ്വാസമുള്ള രാജ്യത്തിൻ്റെതാണ്. ഞങ്ങളുടെ ഏറ്റവും മികച്ചതും ന്യായയുക്തവുമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പിട്ട് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ കരാറിനെ പറ്റി മറന്നേക്കൂ. ആഗോള വിപണിയിലുള്ള ഇന്ത്യയുടെ പുതിയ ആത്മവിശ്വാസത്തിൽ നിന്നും വ്യക്തതയിൽ നിന്നുമാണ് ഇത്തരമൊരു മറുപടി ഇന്ത്യക്ക് അമേരിക്കയോട് പറയാനാകുന്നത്. അമേരിക്കയല്ല, ആര് തന്നെ ആയാലും ദേശീയ താല്പര്യത്തെ വിട്ട് ഇന്ത്യ ഒരു തീരുമാനം എടുക്കില്ല എന്നിപ്പോൾ വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.